ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. പെപ്പിൻ്റെ കീഴിലുള്ള മെസ്സി അതൊരു ഒന്നൊന്നര മെസ്സി ആയിരുന്നു. നമുക്കറിയാം മെസ്സിയുടെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് സമയം അത് പെപ്പ് ഗാർഡിയോളയുടെ കീഴിൽ കളിച്ച ആ ഒരു സമയം തന്നെയായിരുന്നു. മാസ്മരിക പ്രകടനമായിരുന്നു അന്ന് മെസ്സി നടത്തിയിരുന്നത്. 219 മത്സരങ്ങളാണ് പെപ്പിന് കീഴിൽ മെസ്സി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 211 ഗോളുകളും 94 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലയളവിൽ തന്നെയാണ് മെസ്സി 4 ബാലൺ ഡി ഓർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. മെസ്സിയുടെ ചിറകിലേറിക്കൊണ്ടാണ് പല കിരീടങ്ങളും അന്ന് FC ബാഴ്സലോണ സ്വന്തമാക്കിയിരുന്നത്. പെപ്പിന് കീഴിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ലാലിഗ കിരീടങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കിരീടങ്ങളും ഒക്കെ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെക്സ്റ്റപ്പിൾ അഥവാ 6 കിരീടങ്ങൾ ഒരുമിച്ച് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പെപ്പ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. മുൻപ് പലരും വിമർശിച്ചിരുന്നത് മെസ്സി ഉണ്ടായതുകൊണ്ടാണ് പെപ്പ് ഈ ഒരു രൂപത്തിലേക്ക് തിളങ്ങിയിരുന്നത് എന്നാണ്. പക്ഷെ അത് തെറ്റാണെന്ന് എന്നുള്ള കാര്യം താൻ തെളിയിച്ചു നൽകി എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പെപ്പ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. മുൻപ് പല ആളുകളും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കിരീടങ്ങൾ നേടിയത് ബാഴ്സലോണയിൽ ആയതിനാലും അന്ന് മെസ്സി ഉണ്ടായതിനാലുമാണ് എന്നായിരുന്നു അവരെല്ലാവരും പറഞ്ഞിരുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വന്നുകൊണ്ട് എൻ്റെ കഴിവ് തെളിയിക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ പ്രീമിയർ ലീഗിലേക്ക് വരികയും എൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ള കാരണം പെപ്പിന് ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. അവസാനമായി കളിച്ച 9 മത്സരങ്ങളിൽ കേവലം ഒരെണ്ണത്തിൽ മാത്രമാണ് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചിട്ടുള്ളത്. 6 പരാജയങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതായത് പെപ്പിൻ്റെ കരിയറിൽ ഇത് ആദ്യമായിക്കൊണ്ടാണ് ഇത്രയും മോശമായ ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. പക്ഷേ താൻ എവിടെയും ഏത് മണ്ണിലും തെളിയിച്ച ഒരാളാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പെപ്പ് ഗാർഡിയോള ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.